തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ മൃതദേഹം എംബാം ചെയ്യാതെയും മതിയായ ഫ്രീസർ സൗകര്യമില്ലാതെയുമാണ് അയച്ചത്. ചാവക്കാടെത്തിയപ്പോഴാണ് ആംബുലൻസിലെ വീഴ്ച തിരിച്ചറിഞ്ഞത്. പിന്നീട് ഫ്രീസർ സംഘടിപ്പിച്ച് ഏങ്ങണ്ടിയോർ റീലൈഫ് ആംബുലൻസിലേക്ക് ചാവക്കാട് ഹയാത്ത് ആശുപത്രി വളപ്പിൽ വെച്ച് മൃതദേഹം മാറ്റുകയായിരുന്നു. വെള്ളത്തിൽ വീണു മരിച്ചതിനാൽ ശരീരം വീർത്ത അവസ്ഥയിലായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ മൃതദേഹം എംബാം ചെയ്യുകയോ ഫ്രീസർ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണെന്നും എന്നാൽ യാതൊരു മുൻകരുതലുമില്ലാതെയാണ് മൃതദേഹം ചാവക്കാട് വരെ കൊണ്ടുവന്നതെന്നും ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറും പറഞ്ഞു. ഫ്രീസറില്ലാത്ത വണ്ടിയിലാണ് അവർ ആ ബോഡി കൊണ്ടുവന്നത്. അപ്പോൾ ബോഡി ഡാമേജ് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ഫ്രീസറിലെ വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞത്. ഞാൻ ചെറിയ വണ്ടിയാണ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് അറേഞ്ച് ചെയ്യുകയായിരുന്നു. അവൻ ആ നേരത്ത് രാത്രി 1:30 അപ്പോൾ ഒരു 3-4 പേരെ കൂട്ടിയിട്ടാണ് ഫ്രീസർ എടുത്തിട്ട് വന്നത്. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവിടെ സ്പോട്ടിലെത്തിയിട്ട് ബോഡി മാറ്റി കയറ്റി പോയിട്ടുണ്ട്. പിന്നെ പന്തളൊക്കെ എത്തുമ്പോൾ ആലപ്പുഴയൊക്കെ അറിയാലോ, അവിടെയൊക്കെ വെള്ളപ്പൊക്കമാണ്. നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് മിസ്സിങ് ആയിരുന്നു. ക്ലച്ച് കംപ്ലീറ്റ് വണ്ടി മൂവിങ് ആയിരുന്നില്ല. അപ്പം അങ്ങനെ തൊടുപുഴയല്ലേ പന്തളത്തുള്ള ഒരു സെന്റ് തോമസിന്റെ ആംബുലൻസ് ഞാൻ തന്നെയാണ് രാവിലെ 6 മണിക്ക് അവരെ വിളിച്ച് അവിടെ വണ്ടി അറേഞ്ച് ചെയ്തത്. അവരാദ്യം വിട്ട വണ്ടിയിൽ ആ ഫ്രീസറിൽ ഈ ബോഡി വെക്കാൻ പറ്റിയിരുന്നില്ല. വീതി കൂടുതലുള്ള കാരണം വെള്ളം കുടിച്ചിട്ട് ബോഡി അത്യാവശ്യം വീർത്തിരുന്നു. അങ്ങനെ വേറെ നമ്മുടെ ആംബുലൻസിലത്തെ ഫ്രീസറാണ് ആ വണ്ടിയിൽ കയറ്റിയിട്ട് പോയത്. ഫ്രീസർ അറ്റ്ലീസ്റ്റ് അവർക്ക് എംബാമിങ് ആയാലും ചെയ്തിട്ട് വിടാമായിരുന്നു. നമ്മളിപ്പോൾ സ്വാഭാവികമായി മരിച്ചാൽ പോലും നമ്മൾ ഇത്ര ദൂരെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ഫ്രീസർ യൂസ് ചെയ്യും. ഇത്ര 3 ദിവസം പഴക്കമുള്ള ബോഡി പിന്നെ എന്തായാലും അതില്ലാണ്ട് പറ്റില്ല, ഫ്രീസറിലാണ്ട് പറ്റില്ലായിരുന്നു. വലിയ അനാസ്ഥ തന്നെയാണ് കാര്യത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അങ്ങനെ ആരും ചെയ്യുന്ന ഞാൻ അതിൽ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണത് അനാസ്ഥ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ഫ്രീസറിൽ കൊടുത്തു അയക്കാമായിരുന്നു. അത് അറിയാത്തതിൻ്റെ പേരിലാണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇതിനെക്കുറിച്ചിട്ട് ഇനി ഇപ്പം അറ്റ്ലീസ്റ്റ് അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ഇത്രയും ദൂരം കൊണ്ടുപോകുന്നതാണ്, ഓൾറെഡി വെള്ളത്തിൽ കിടന്നിട്ട് ആ ബോഡി വീക്കായിട്ടുള്ളതാണ്. അപ്പം അതൊന്ന് അവർക്ക് ശ്രദ്ധയിൽപ്പെടുത്തായിരുന്നു. ചാവക്കാട് നിന്നും മൃതദേഹവുമായി പോയ ആംബുലൻസ് വഴിമധ്യേ ശക്തമായ വെള്ളക്കെട്ടിൽ സഞ്ചരിച്ചതോടെ പന്തളത്തുവെച്ച് തകരാറിലായി. പിന്നീട് മറ്റൊരു ആംബുലൻസ് സംഘടിപ്പിച്ചാണ് മൃതദേഹം രാജേഷിന്റെ വീട്ടിലെത്തിച്ചത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.